ഭക്ഷണമായ അല്പം എരിവൊക്കെ വേണ്ടേ? അപ്പോഴല്ലേ നമ്മൾ മലയാളീസ് പറയുന്നത് ഭക്ഷണത്തിൽ ഒരു ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു. നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. എനിക്കും എരിവുള്ള ഭക്ഷണമാണ് പൊതുവേ ഇഷ്ടം. പക്ഷെ നമ്മളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രീതി അങ്ങ് മാറും. പക്ഷെ ഇപ്പം 35 വയസ്സൊന്നുമല്ല, എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വയറിനൊരു വേദന വരുന്നുണ്ടോ? അതോ ഒരു നെഞ്ചരിച്ചിൽ, അതോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? അതുമല്ല, പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പം ഒരു പുകച്ചിലോ നീറ്റിലോ ഒക്കെ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കൊരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ റിസർച്ച് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു 10 ദിവസത്തിൽ കൂടുതൽ എരിവും പുളിയും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതൽ കഴിച്ചാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണെന്ന് ഉറപ്പിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? ഇതിൻ്റെ കാര്യം പറഞ്ഞുമല്ല, ആമാശയത്തിൽ എരിവ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് കുറച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതുമൂലമാണ് നമുക്ക് പെട്ടെന്ന് വയറുവേദനയും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം പ്രത്യേകിച്ച് എരിവ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അളവിൽ കുറച്ച് കഴിക്കുക. ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ എരിവുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ദിവസം എരിവുള്ള ആഹാരം കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിംറ്റംസ് മാത്രമല്ല, പയ്യനെ അത് അൾസർ ആവുകയും മറ്റ് ഡിസീസസിലോട്ട് പോവുകയും ചെയ്യും. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.